ഇന്നെന്താ സിമ്പിൾ ആയിട്ടുള്ള എന്താ ചട്നിയാണല്ലോ ഉണ്ടാക്കാൻ പോണത്? എന്താണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്തേ. ഇന്നേ നിങ്ങളെല്ലാരും തേങ്ങ ചട്നി കൂട്ടിയിട്ടുണ്ടാവും, തക്കാളി ചട്നി കൂട്ടിയിട്ടുണ്ടാവും, പിന്നെ മല്ലി ചട്നി കൂട്ടിയിട്ടുണ്ടാവും, തക്കാളി ചട്നി. തക്കാളി ചട്നി, അങ്ങനെ പല പല ചട്നികൾ കൂട്ടി ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ടാവും. നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു കോഴിമുട്ട ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. കോഴിമുട്ട കൊണ്ട് ചട്നിയൊക്കെ? കോഴിമുട്ട കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വേണ്ടത് പുഴുങ്ങിയ കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. നമുക്കിനി കത്തിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ 6 വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിൽ വേറെ എരിവിന് വേണ്ടി മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് ലേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലൊരു 10 ഇല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2-3 ഇല്ലി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കരിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വെന്ത് ഒന്നുകൂടി വഴണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ സമയത്ത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതിയെ, നോക്കിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി കോരി വെക്കാം. ഇത് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറി വരട്ടെ. ഇത് ചൂടാറട്ടെ പറഞ്ഞത്. ഇത് ചൂടാറിയാലല്ലേ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ ഒരു 2 മിനിറ്റ്. മക്കളെ, ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ പുഴുങ്ങി തോല് കളഞ്ഞു വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലേ മക്കളെ, അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് മസാലയിലിടണമെങ്കിലും ഇട്ട് കൊടുക്കാം, ഇച്ചിരി കൂട്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ചട്നി നന്നായിട്ട് അരച്ച് മഷി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മൈനോസ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഇപ്പം നമ്മുടെ മുട്ട ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നിയിൽ കടുക് വറുക്കോ മുളക് വറുത്തിടോ ഒന്നും വേണ്ട. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇതും കൂട്ടി അങ്ങ് കഴിച്ചാൽ മാത്രം മതി. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനെ മക്കളെ, അതിൻ്റെ കൂടെ കൂട്ടാനുള്ള ദോശ ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ലേശം ദോശ എടുത്തിട്ട് നമ്മുടെ ചട്നിയിലൊന്ന് മുക്കി കഴിച്ച് നോക്കാം.
നല്ല അടിപൊളിയാട്ടോ. ഇത് മുട്ടയിട്ട് ഉണ്ടാക്കിയതാ? കോഴിമുട്ട കൊണ്ടുള്ള ചട്നിയാണ്. ഇനി തേങ്ങയില്ല ചട്നി ഉണ്ടാക്കാൻ. എല്ലാരും പറയും ഇപ്പൊ തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ, അപ്പൊ ചട്നി ഉണ്ടാക്കാൻ തേങ്ങയില്ല, ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയില്ലെന്ന് വിചാരിക്കണ്ട. 2 കോഴിമുട്ട വാങ്ങുക, ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ഇട്ട്, ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി 2-3 എരിവിനനുസരിച്ചുള്ള മുളക് ഇട്ടിട്ട് വറുത്ത് ഒന്ന് ചട്നി അരച്ച ആ മുട്ട ഇട്ട് അരച്ച മുട്ട ചട്നി റെഡി ആയിട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ടോ? മറക്കണ്ടിട്ടോ മക്കളെ, എല്ലാരും ഉണ്ടാക്കി വെക്കുക. ഞാൻ വിചാരിച്ചത് ഉമ്മ വെറുതെ പറയാവുന്ന സംഭവം. മുട്ടയുടെ ആ ഒരു ചൊയൊന്നുമില്ല സത്യം പറഞ്ഞ. എല്ലാരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.